നമസ്കാരം. ഞാൻ ബിജീഷ് പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി. ഇപ്പോൾ വരും ആഴ്ചയിൽ വരും ദിവസങ്ങളിൽ ട്രെൻഡ് എങ്ങനെയാണ്, നമുക്ക് നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റിനും നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് ട്രെൻഡിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കറണ്ട് ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. ഇൻട്രാഡേയിലായാലും എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ട്രെൻഡ് ഫോളോ ചെയ്യാനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 19,200 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഒരു സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് സെന്റിമെന്റിലായിരുന്നു. അതിനുശേഷമായാലും റെസിസ്റ്റൻസ് ഏരിയ, ഇപ്പോൾ നിലനിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മുൻപ് റെസിസ്റ്റൻസ് ഏരിയകളൊക്കെ നൽകിയിരുന്നു. 19,620 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സപ്പോർട്ടാണ് ഹോൾഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റി നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിക്കായാലും ഹയർ ലെവലിലേക്ക് പോകുന്നൊരു സമയത്തായാലും 19,800 ഏരിയകളിൽ റെസിസ്റ്റൻസ് സോണാണ് അത്. അപ്പോൾ 800 ഏരിയ നമ്മളത് സൂചിപ്പിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ 19,200 ഏരിയകളും നമ്മളത് മുൻ വീഡിയോസിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്ന ലെവൽസ് ആണ്. അപ്പോൾ ഏരിയയിലൊക്കെ എത്തുന്ന ഒരു സമയത്ത് മാനേജ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ റെസിസ്റ്റൻസ് ഏരിയയിലായാലും നമുക്ക് സപ്പോർട്ട് കാണുന്നത് 19,830 സപ്പോർട്ട് കാണുന്നത്. ഹയർ ലെവലിലേക്ക് സപ്പോർട്ട് കാണുന്നത് 19,830. ഇത് നമ്മൾ മുൻ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 19,830 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. 19,830 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് സെന്റിമെന്റിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ മാർക്കറ്റ് റിവേഴ്സൽ ഏരിയ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. എപ്പോഴും കറണ്ട് ഒരു ട്രെൻഡ് മുകളിലേക്ക് പോകുന്ന ഈ ഒരു കറണ്ട് ട്രെൻഡ് എപ്പോഴാണ് റിവേഴ്സ് ആകുന്നത്? 19,675 ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയിലായാലും റിവേഴ്സൽ സോൺ കാണുന്നത്. അപ്പോൾ 19,675 താഴത്തേക്ക് നിഫ്റ്റി ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വീക്ക്നെസ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട്. ലോവർ ലെവലായാലും സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ പോസിറ്റീവ് സെന്റിമെന്റിൽ നിഫ്റ്റി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് ഓരോ ഡിപ്പിലേക്ക് വരുമ്പോഴും നിഫ്റ്റി ആ ബൈക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 800 ആ റെസിസ്റ്റൻസ് ഏരിയകൾ നിഫ്റ്റിക്ക് കുറച്ചൊരു സ്ട്രഗിളിങ് റേഞ്ചാണ് 800 എന്ന് പറയുന്നത്. 830 റെസിസ്റ്റൻസ് ആയി കാണുന്നത്. 830 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ് സെന്റിമെന്റിൽ. പക്ഷേ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ, കാരണം ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പോസിറ്റീവ്ലി മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നിഫ്റ്റിയിലും മുൻപ് റിവേഴ്സ് വന്നിരിക്കുന്ന ആ ഒരു യു ടേൺ വന്നിരിക്കുന്ന ആ ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ വരുന്നത്. എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ പറ്റും. ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിയെ നോക്കുകയാണെങ്കിൽ 19,675 നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട്. ഈ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്. പക്ഷെ റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്താണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ വരും ആഴ്ചകളിലായാലും നിഫ്റ്റി ഇതിന്റെ ഒരു താളത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ 19,675 താഴത്തേക്ക് നിഫ്റ്റി നിലനിർത്തിയാൽ 19,540, 19,440 ഈ ഒരു രണ്ട് സപ്പോർട്ട് ലെവലിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽ നൽകാൻ സാധിക്കില്ല. നെക്സ്റ്റ് ഡേയുടെ ഒരു ക്ലോസിംഗ് അനുസരിച്ച് ഹയർ ലെവൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവൽസ് നൽകാവുന്നതാണ്. നിഫ്റ്റിനെയും ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ വളരെ ഈസി ആയിട്ട് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് വളരെ ഈസി ആയിട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കാണ് ഞാൻ ചേഞ്ച് ആക്കുന്നത്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും നിഫ്റ്റി വന്നിരിക്കുന്ന ഒരു ഹൈ ഒന്ന് ശ്രദ്ധിക്കുക. നിഫ്റ്റി വന്നിരിക്കുന്ന ഹൈ 19,775 നിഫ്റ്റി വന്നിരിക്കുന്ന ഒരു ഹൈ. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് എത്രയായിരുന്നു എന്ന് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ലെവൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ്, എപ്പോഴും
ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു ബൈ സെന്റിമെന്റിൽ നോക്കേണ്ടത്. ബൈ സെന്റിമെന്റിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്. റെസിസ്റ്റൻസ് ഏരിയ ആണെങ്കിൽ അവിടെ ഒരു ഷോർട്ട് സെല്ലാണ് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നത്. അതുപോലെ തന്നെ 19,830 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നതാണ്. 830 സപ്പോർട്ടിന്റെ താഴത്തേക്കും നിഫ്റ്റി ഹോൾഡായി. ഹോൾഡ് നിലനിർത്തിയതിന് ശേഷം ശ്രദ്ധിക്കുക, 830 ബ്രേക്ക് ചെയ്ത ആ ഒരു ക്യാൻഡിന്റെ മുകളിലേക്ക് നിഫ്റ്റിക്കായാലും സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രെൻഡിൽ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓരോ ദിവസത്തെ ഒരു വീഡിയോസിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വീഡിയോസ് നമ്മൾ നൽകിയിട്ടുണ്ട്. എക്സാക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എങ്ങനെയാണ് ട്രെൻഡിൽ നിലനിൽക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളായാലും നിഫ്റ്റി നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഹയർ ലെവലിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് 19,830. അപ്പോൾ 830 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. 875 റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം ഹയർ ലെവലിലേക്ക് 905 റെസിസ്റ്റൻസ് ആണ്. ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക, നിഫ്റ്റിക്ക് സ്ട്രെങ്ത് ലഭിക്കാനായി. അതിനുശേഷം ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 830 താഴെയാണെങ്കിൽ ശ്രദ്ധിക്കുക. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണമെങ്കിൽ 830 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴത്തേക്ക് വരുന്ന ഒരു സമയത്തായാലും നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് ശ്രദ്ധിച്ചറിയാം. 19,775 എക്സാക്റ്റ് ആയിട്ട് 19,775 നിന്നാണ് നിഫ്റ്റി ആ ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്ന ഒരു സമയത്ത് മാർക്കറ്റിലൊരു ഹൈ പ്രോബബിലിറ്റി, ഹൈ മൊമെന്റം വരാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ നൽകുന്നത്. റൈറ്റ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഹൈ ആക്യുറസിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയകൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് നൽകുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് നമ്മൾ നൽകാത്തത്. നമുക്ക് സപ്പോർട്ട് ലോവർ ലെവലിൽ സപ്പോർട്ട് 19,745 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം 720 സപ്പോർട്ട്. ഇപ്പോൾ ലോവർ ലെവലിൽ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് 19,720 720 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന അടിസ്ഥാനമാക്കിയായിരിക്കണം ഇൻട്രാഡേയിൽ. ഇൻ കേസ് നിഫ്റ്റി താഴത്തേക്ക് വന്നാലും ഇൻട്രാഡേയിൽ 720 സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന അടിസ്ഥാനമാക്കിയായിരിക്കണം ഇൻട്രാഡേയിൽ ലോവർ ലെവലിൽ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 740 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. അതിനുശേഷം ആയാലും 685 720 താഴെ 685 സപ്പോർട്ടാണ്. 685 താഴത്തേക്ക് പോകാതെ 720 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ സെന്റിമെന്റിലാണ്. അപ്പോൾ ലോവർ ലെവലിലുള്ള ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ലെവലിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകാനില്ല. ഈ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് റൈറ്റ് ആയിട്ടുള്ള മൊമെന്റം മാർക്കറ്റിൽ ലഭിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നൽകുന്ന ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് കാണുന്നത് 43,880. അപ്പോൾ 880 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ബൈയുടെ ഒരു മൊമെന്റം അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ ബൈയുടെ ഒരു മൊമെന്റം കാണുന്നുണ്ട്. അടുത്തൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 44,200 തൊട്ടടുത്താണ്. അതായത് 100-200 റേഞ്ചിന്റെ അടുത്താണ് ഇനി അടുത്തൊരു റെസിസ്റ്റൻസ് കാണുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ വരും ദിവസം ഒരു ക്ലോസിംഗ് അനുസരിച്ചാണ് ബാങ്ക് നിഫ്റ്റി അടുത്തൊരു മൊമെന്റത്തിന്റെ ഒരു സാധ്യത. ഈ ഒരു മൊമെന്റത്തിന് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് സപ്പോർട്ടാണ്. 43,566, 43,250. ഈ ഒരു രണ്ട് സപ്പോർട്ടാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിയായാലും പോസിറ്റീവ് സെന്റിമെന്റിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ 43,880 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് ഉണ്ട്. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയാണ് അതിൻ്റെ ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ
ബാങ്ക് നിഫ്റ്റിയുടെ വരും ആഴ്ചകളിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രാഡേ ലെവലിൽ നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് സെന്റിമെന്റ് കാണിക്കും. ഹയർ ലെവലിലേക്ക് ആയാലും 43,970 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു മുകളിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് സെന്റിമെന്റ് വരുന്നത്. അപ്പോൾ ഇൻട്രാഡേയിൽ വരും ദിവസങ്ങളിലായാലും 43,750 മുകളിലും നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് സെന്റിമെന്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിൽ ബൈയുടെ സെന്റിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് കാണുന്നത് 43,580 ഈ ഒരു ലെവലാണ്. ഈ ഒരു ലോറെ തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ഇൻട്രാഡേയിൽ വീക്ക്നെസ് വരണമെങ്കിൽ 520 താഴത്തേക്ക് ഓപ്പണിംഗ് വരണം. 520 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോയാൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഇൻട്രാഡേ ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റെസിസ്റ്റൻസ് ആണ് ബൈയുടെ ഒരു മൊമെന്റം, സ്ട്രോങ് മൊമെന്റത്തിന് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്.